എയർഫോഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. ചോദ്യം എന്ന് പറഞ്ഞാൽ രമേശ് പർച്ചേസ്ഡ് എ ലാൻഡ് ഫോർ ₹45,000 ആൻഡ് സോൾഡ് 3/5 പാർട്ട് അറ്റ് എ ലോസ് ഓഫ് 5%. ഹൗ മച്ച് പെർസെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഷുഡ് ബി സോൾഡ് ദ റിമൈനിങ് പാർട്ട് സോ ദാറ്റ് ഹി മെയ്ഡ് 15% പ്രോഫിറ്റ് ഓൺ ദ ഹോൾ. അതായത് രമേശ് ഒരു സ്ഥലം 40,000 രൂപയ്ക്ക് മേടിച്ചു. എന്നിട്ട് അതിലത്തെ 5/3 ഭാഗം 5% നഷ്ടത്തിൽ വിറ്റു. മൊത്തത്തിൽ അയാൾക്ക് 15% ലാഭം കിട്ടി. എങ്ങനെ? ബാക്കി 2/5 ഭാഗം അയാൾ എത്രയോ പെർസെൻറ്റേജിൽ പ്രോഫിറ്റിൽ വിറ്റിട്ട്, ആദ്യത്തെ 3/5 പാർട്ട് ആദ്യത്തെ 5/3 ഭാഗം അയാൾ 5% നഷ്ടത്തിൽ വിറ്റു. ബാക്കി 2 ഭാഗമല്ലേ, ബാക്കി 2 ഭാഗം എത്ര പ്രോഫിറ്റിൽ വിറ്റു എന്ന്, പ്രോഫിറ്റിലെ വിൽക്കണം നമുക്കറിയാം, കാരണം മൊത്തത്തിൽ 15% ലാഭമാണ്. അപ്പോൾ ഇതെന്തായാലും പ്രോഫിറ്റിലായിരിക്കും വിറ്റുണ്ടാവുക. പക്ഷെ എത്ര ശതമാനം പ്രോഫിറ്റിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ അയാൾക്ക് 15% ലാഭം ഉണ്ടായി. അതായത് 40,000 രൂപയ്ക്ക് മേടിച്ചു പറയുമ്പോൾ അതിൻ്റെ കോസ്റ്റ് പ്രൈസിനെ കുറിച്ച് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് 40,000 രൂപ. മൊത്തത്തിൽ അയാൾക്ക് എത്ര കിട്ടി? മൊത്തത്തിൽ പ്രോഫിറ്റ് എത്ര കിട്ടി? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാ? 15%. പ്രോഫിറ്റ് പെർസെൻറ്റേജ് 15% പറയുമ്പോൾ അവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാ? സെല്ലിംഗ് പ്രൈസിൻ്റെ ഇക്വേഷൻ എന്താ? കോസ്റ്റ് പ്രൈസ് ഇൻറ്റു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100. സെല്ലിംഗ് പ്രൈസിൻ്റെ ഫോർമുല ഇതാണ്. നമുക്ക് അല്ലെങ്കിലും അറിയാം. 15% ലാഭം പറയുമ്പോൾ 40,000-ൻ്റെ 15-ൽ 100 ഭാഗം കൂടി, 100-ൽ 15 ഭാഗം കൂടി എന്താവും? കൂടും. അത് നമുക്ക് ഇക്വേഷൻ അറിയാണ്ട് തന്നെ നമുക്ക് അറിയാം. അല്ലെങ്കിൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിൻ്റെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ ഇതിന് സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ടോപ്പിക്കിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സെഷൻ എടുത്തു തരാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 15% ലാഭം ഉണ്ടാക്കി പറയുമ്പോൾ എത്രയ്ക്ക് വിറ്റു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 45,000 ഇൻറ്റു 115 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. സിമ്പിളാണ്. നമുക്ക് എത്ര കിട്ടും? 51750 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 40,000 രൂപയുടെ കോസ്റ്റ് പ്രൈസുള്ള ഒരു സ്ഥലം 15% ലാഭത്തിൽ ആണ് അവസാനം അയാൾ വിറ്റത്. അതായത് 51,750 രൂപയ്ക്ക് അവസാനം വിട്ടു. മൊത്തത്തിൽ 15% ലാഭം. ഇനി നമ്മൾ ഓരോരോ കേസ് നോക്കാം. അതായത് 5/3 ഭാഗം അയാൾ വിറ്റു. ആ കേസ് നമുക്ക് നോക്കാം. 3/5 പാർട്ട് നമുക്ക് ആദ്യം നോക്കാം. 3/5 പാർട്ട് പറയുമ്പോൾ 45,000-ൽ 5/3 ഭാഗം പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 5 ഇൻറ്റു 3/5 ചെയ്താൽ മതി. നമുക്ക് കിട്ടുന്നത് 27,000. അപ്പോൾ ഈ 27,000-ൻ്റെ കണക്കാദ്യം നമുക്ക് നോക്കാം. 27,000 ആണ്. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് എന്താ? 27,000 രൂപ. ഇനി നമ്മൾ 40,000 രൂപ വെച്ച് ചെയ്യണില്ല, കാരണം നമ്മൾ 3/5-ൻ്റെ കേസ് ആദ്യം നമ്മൾ നോക്കണം. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് നമ്മൾ 2/5-ൻ്റെ കേസ് നോക്കും. 2/5-ൻ്റെ പാർട്ടിലാണ് നമ്മുടെ ശരിക്കും മെയിൻ ചോദ്യം കിടക്കുന്നത്. ഇനി ഈ 27,000 കോസ്റ്റ് പ്രൈസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? 5% ലോസിൻ്റെ ഫോർമുല നമുക്ക് എഴുതാം. അതായത് കോസ്റ്റ് പ്രൈസ് 27,000, സെല്ലിംഗ് പ്രൈസ് എന്താ? 27,000 ഇൻറ്റു 105 ആണോ? അല്ല, 95. കാരണം നഷ്ടം പറയുമ്പോൾ 100-ൽ നിന്നും 5 കുറയല്ലേ ചെയ്യുക. അപ്പോൾ 27,000 ഇൻറ്റു 95 ഡിവൈഡ് ബൈ 100 എന്ന് വന്നു. ഇവിടെ എന്തായത്? ഇവിടെ നമ്മൾ 40,000 ഇൻറ്റു 115 15 ആഡാക്കി. 15 ആഡാക്കി, കാരണം പ്രോഫിറ്റ് ആയതുകൊണ്ട് 15 ആഡാക്കണം. ഇവിടെ ലോസ് ആയതുകൊണ്ട് 5 കുറച്ചു. 5% നഷ്ടം അല്ലേ? 5% നഷ്ടത്തിൻ്റെ കേസല്ലേ ഇവിടെ പറയണേ. അതുകൊണ്ട് ഇതവിടെ 5% നഷ്ടത്തിൻ്റെ കേസാണ് പറയണത്. ഇവിടെ എന്താ? ഇവിടെ നമുക്ക് അറിയില്ല, അതുകൊണ്ട് X പെർസെൻറ്റേജ് നമുക്ക് എടുക്കാം. ഇവിടെ 15%-ൻ്റെ കാര്യമാണ് പറയണത്. ഇനി നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 25,650 രൂപ എന്ന് വരും. അപ്പോൾ ഇവിടെ അയാൾ നഷ്ടത്തിലാണ് വിറ്റത്. ആദ്യത്തെ 5/3 ഭാഗം സ്ഥലം 27,000 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. അത് അയാൾ 25,650 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ ഇവിടെ ഇത്രയും നഷ്ടം സംഭവിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും ഓക്കെ. നമുക്ക് എത്രയിനാണ് വാങ്ങിയതെന്ന് അറിയാം, എത്രയിനാണ് അവസാനം എത്രയിനാണ് വിറ്റത് എന്നറിയാം.
ആദ്യത്തെ 5ൽ 3 ഭാഗം അയാൾ എത്രയിനാ വിറ്റ് എന്നറിയാം. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബാക്കി 2/5 പാർട്ട് എത്രയിനാണ് വിറ്റിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതായത് മൊത്തത്തിൽ ഇയാൾ 51,750 രൂപയ്ക്ക് വിറ്റു. അതിൽ 3/5 പാർട്ട് 27,650 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ബാക്കി 2/5 പാർട്ട് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? ഈ മൊത്തത്തിൽ വിറ്റയിൽ നിന്നും ആദ്യത്തെ 3 പാർട്ട് വിറ്റേന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബാക്കി 2/5 പാർട്ട് നമുക്ക് എത്രയിനാണ് വിറ്റ് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ 51,750 മൈനസ് 27,650 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26,100 രൂപ എന്ന് വരും. ഇതാണ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസ് മാത്രം മതിയോ നമുക്ക് ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടെത്താൻ? ഇവിടെ ചോദ്യം പറയുന്നത് ഈ ബാക്കി 2/5 പാർട്ടിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നറിയാം, സെല്ലിംഗ് പ്രൈസ് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ആണെന്ന് നമുക്ക് അറിയാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് നമ്മൾ സൈഡിൽ കൊണ്ടുവരികയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്നാവും. സെല്ലിംഗ് പ്രൈസ് അറിയാം, ഇത് 100 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കോസ്റ്റ് പ്രൈസ് എന്താ? കോസ്റ്റ് പ്രൈസും കണ്ടുപിടിക്കണം. കോസ്റ്റ് പ്രൈസ് എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോസ്റ്റ് പ്രൈസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ നമ്മൾ സ്ഥലം മേടിച്ച കോസ്റ്റ് പ്രൈസ് 45,000 രൂപ. ഓക്കെ, നമ്മൾ സ്ഥലം മേടിച്ചത് 45,000 രൂപയ്ക്ക്. അതിലെ 3/5 പാർട്ടാണ് 27,000 രൂപ. ബാക്കി 2/5 പാർട്ട് കണ്ടുപിടിക്കാൻ സിമ്പിളല്ലേ? ഒന്നില്ലെങ്കിൽ 45,000 നിന്ന് 2/5 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ 45,000 നിന്ന് 27,000 കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ, അതായത് കോസ്റ്റ് പ്രൈസ് കോസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. 45,000 രൂപയാണ് കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ 5ൽ 2 ഭാഗമല്ലേ ഇതിലത്തെ കോസ്റ്റ് പ്രൈസ്, ഈ ഭാഗത്തെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ശരിക്കും എന്താ? 45,000 മൈനസ് 27,000 ചെയ്താൽ മതി. 18,000 രൂപ. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് എന്താ? 26,100 ഇൻറ്റു 100 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്താ? 18,000. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാൻസൽ ചെയ്തെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് 145% എന്ന് വരും. പക്ഷേ 145% അല്ല ഉത്തരം. കാരണം ഞാൻ എടുക്കുന്നത് 15% പ്രോഫിറ്റ് ആണെങ്കിൽ 115 എടുക്കും, 5% നഷ്ടമാണെങ്കിൽ 95 എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ 100 കുറയ്ക്കുകയോ അല്ലെങ്കിൽ 100 കൂട്ടുകയോ ചെയ്യണം. ഇവിടെ പ്രോഫിറ്റ് ആയതുകൊണ്ട് 100 കുറയ്ക്കണം. അപ്പോൾ 145 100 കുറയ്ക്കുക, അപ്പോൾ 45% കിട്ടും. ഇതാണ് ഉത്തരം. ഇനി ഇത് വല്ല നഷ്ടം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ 80 കിട്ടിയെങ്കിൽ 80 കിട്ടിയെങ്കിൽ എന്ത് ചെയ്യണം? 100 80 കുറയ്ക്കണം. 100 80 കുറയ്ക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ 145 100 കുറച്ചു. അപ്പോൾ അങ്ങനെ 100ക്ക് എത്തിക്കാൻ നോക്കണം നമ്മൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. 45% ഇതിൻ്റെ ഉത്തരം. താങ്ക് യു.